ഹായ്, ഞാൻ Adeeb. മോട്ടോറോള ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മോട്ടോ എഡ്ജ് 30 അൾട്ര, മോട്ടോ എഡ്ജ് 30 ഫ്യൂഷൻ എന്നുള്ള രണ്ട് ഫോൺസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആൾറെഡി മോട്ടോ എഡ്ജ് 30 അൾട്രനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോക്ക് തൊട്ട് മുമ്പാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് തന്നെ ഈ മോട്ടോ എഡ്ജ് 30 ഫ്യൂഷൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കാം. മോട്ടോ എഡ്ജ് 30 അൾട്രയിൽ കൊടുത്തിട്ടുള്ള പോലത്തെ ഡിസൈൻ തന്നെയാണ് മോട്ടോ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു LED ഫ്ലാഷും വരുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഒരു ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. അലുമിനിയം ഫ്രെയിമാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ ഓവറോൾ വെയിറ്റ് എന്ന് പറയുന്നത് 175 ഗ്രാമാണ്. 7.45 mm ആണ് ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഈ എഡ്ജ് 30 ഫ്യൂഷൻ എന്നുള്ള മോഡൽ. ഈ ഫോൺ 2 കളർ വേരിയൻറ്റിലാണ് വരുന്നത്, സോളാർ ഗോൾഡ്, കോസ്മിക് ഗ്രേ. ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഓവർ നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും പവർ ബട്ടണും കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ മോൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഡോൾബി സപ്പോർട്ടും ഉണ്ട്. ഫോണിൻ്റെ താഴെയായിട്ടാണ് സ്പീക്കർ, പ്രൈമറി മൈക്രോഫോൺ, ചാർജിംഗ് പോർട്ട്, സിം കാർഡ് സ്ലോട്ട് എന്നിവ വരുന്നത്. ഇതിലൊരു ഡുവൽ നാനോ സിം കാർഡ് സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റേണൽ ആയിട്ട് SD കാർഡ് നമുക്ക് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്കും ഈ ഒരു ഫോണിൽ നൽകിയിട്ടില്ല. C ടൈപ്പ് കണക്ടർ വരുന്ന ഇയർഫോൺസ് മാത്രമേ നമുക്ക് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ ഈ ഫോണിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഫോണിലുള്ള ഡിസ്പ്ലേ. ഒരു എഡ്ജ് കേർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. 6.65 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേയിൽ HDR10+ൻ്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത്. പിന്നെ 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. കോർണിംഗ് ഗ്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷനാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. 1100 നിറ്റ്സ് ആണ് ഈ ഒരു ഡിസ്പ്ലേൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കോൾകോം സ്നാപ്ഡ്രാഗൺ 888+ പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 5G പ്രോസസ്സറാണ്. 13 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ട് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. LPDDR5 റാം ടൈപ്പും UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 വരുന്നത്. ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് മോട്ടോയുടെ എല്ലാ ഫോൺസിൽ നിന്നും ലഭിക്കാറ്. ഈ ഒരു ഫോണിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. 4400 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ആ ചാർജർ നമുക്ക് ബോക്സിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട്. മോട്ടോ എഡ്ജ് 30 അൾട്രയിൽ വയർലെസ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നൽകിയിട്ടുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ വരുന്ന ക്യാമറനെ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ശരിക്കും 2 മെഗാപിക്സലിൻ്റെ ഈ ഡെപ്ത് സെൻസർ കൊടുക്കേണ്ട ഒരു ആവശ്യം ഈ ഒരു ഫോണിലില്ല. മോട്ടോ എഡ്ജ് 30 അൾട്രയിൽ 3 ക്യാമറാസ് വരുന്നുണ്ട്. 3 ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാമറാസ് ആണ്. ആ ഒരു ഡിസൈൻ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ഫ്യൂഷൻ എന്നുള്ള ഈ ഒരു ഫോണിലും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ കൊടുത്തത്. ശരിക്കും ഡെപ്ത് സെൻസർ ഒരു ഡമ്മി സെൻസറാണ്, അതുകൊണ്ട് വലിയ യൂസൊന്നുമില്ല. എല്ലാ മൊബൈൽ ബ്രാൻഡ്സും എല്ലാ ഫോൺസിലും ഈ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും കുത്തി നിറച്ച് തരുന്നുണ്ട് ക്യാമറൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട്. ഇനി വരും കാലങ്ങളിൽ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ആപ്പിൾ ഐഫോണിനെ കണ്ടിട്ട് ഇവർ എന്തൊക്കെയോ കോപ്പി അടിക്കേണ്ടത്, ഇത് മാത്രം എന്താ ഇവർ കോപ്പി അടിക്കാത്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൽ 4K വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. 32 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. ഈ ഫോൺ ഒരേ ഒരു സ്റ്റോറേജ് വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത്. 8GB 128GB. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 39,999 രൂപയാണ്. ഈ ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ആവുന്നത് സെപ്റ്റംബർ 22 ഫ്ലിപ്കാർട്ട് വഴിയാണ് നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി സാധിക്കുക. ഓവറോൾ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫോണിൽ എല്ലാം ബെസ്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കേർവ്ഡ് ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും കേർവ്ഡ് ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ ഭയങ്കര സ്മൂത്താണ്. പക്ഷെ അത് കൊണ്ടടക്കാൻ ഭയങ്കര പാടാണ്. എവിടെയെങ്കിലും ചെറുതായിട്ട് തട്ടി ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേൻ്റെ റേറ്റ് കേട്ട് കഴിഞ്ഞാൽ പുതിയ ഫോൺ തന്നെ വാങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് നമ്മൾ എത്തും. വളരെ ഹ്യൂജ് എമൗണ്ടാണ് എഡ്ജ് കേർവ്ഡ് ഡിസ്പ്ലേക്ക് വരുന്നത്. മോട്ടോയുടെ ഡിസ്പ്ലേക്ക് മാത്രമല്ല, എല്ലാ കേർവ്ഡ് ഡിസ്പ്ലേൻ്റെ പ്രൈസും വളരെ ഹൈ ആണ്. പിന്നെ ഈ എഡ്ജ് ഡിസ്പ്ലേൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ക്രീൻ പ്രൊട്ടക്ടർ ലഭിക്കില്ല എന്നുള്ളതാണ്. അഥവാ ഈ ഒരു ഫോണിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചു കഴിഞ്ഞാലും
കേസ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ സ്ക്രീൻ ഗാർഡ് മേലോട്ട് പൊങ്ങി വരും. എനിവേ എഡ്ജ് ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഈ ഫോണിൽ വരുന്ന പ്രൊസസ്സറിൻ്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 13 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴാണ് എനിക്ക് അത്രയ്ക്ക് തൃപ്തി ഇല്ലാത്തത്. ഒരു ടെലിഫോട്ടോ ക്യാമറ എങ്കിലും ഈ ഒരു ഫോണിൽ കൊടുക്കായിരുന്നു, യൂസ്ഫുൾ ആയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ്. പക്ഷേ ഇവിടെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡമ്മി സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി. അത് അത്ര വലിയ ഇഷ്യൂ ഇല്ല, ബാക്കിയുള്ള ക്യാമറാസൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എനിവേ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.